ഹായ് ഹലോ, എന്തൊക്കെയുണ്ട് എല്ലാ കൂട്ടുകാരുടെയും വിശേഷങ്ങൾ. അപ്പോൾ എൻ്റെ ഇന്നലത്തെയും ഇന്നത്തെയും കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നലെ നോമ്പ് തുറക്കാനായിട്ട് തന്നെ ചപ്പാത്തിയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഉപ്പാക്ക് ചപ്പാത്തിയാണ് ഇഷ്ടം. പിന്നെ ഞങ്ങൾ തേങ്ങാച്ചോറ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതാ നാരങ്ങ വെള്ളം ഉണ്ടാക്കാനായിട്ട് തന്നെ നാരങ്ങയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അസക്കുട്ടി ഇന്ന് പത്തിരിയാണോ എന്നൊക്കെ ചോദിച്ചാൽ അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും എങ്ങനെയുണ്ട് നോമ്പൊക്കെ? ഇവിടെ ഇടയ്ക്ക് ഓരോ മഴയൊക്കെ ഉണ്ട് കേട്ടോ. കഴിഞ്ഞ വർഷം തന്നെ മഴ തീരെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ വർഷം അതുപോലെ തന്നെ ആവുന്നുള്ളൊരു ചിന്തയായിരുന്നു. ഫുള്ള് മഴ ഉണ്ടാവില്ല എന്നൊക്കെയാണ് വിചാരിച്ചത്. പക്ഷേ ഫസ്റ്റ് ദിവസം തന്നെ മഴയൊക്കെ കിട്ടി. നല്ലൊരു സന്തോഷം തന്നെയായിരുന്നു കേട്ടോ. ഇനി അസക്കുട്ടിനെയും പനിക്കുട്ടിനെയും ഡ്രസ്സ് അലക്കാനുണ്ട്, നാളെ ഇടാനുള്ളതാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് ഇപ്പോൾ അലക്കിയാലുള്ളൂ, നാളത്തേക്ക് ഉണങ്ങുള്ളൂ കേട്ടോ. അപ്പോൾ അതൊന്ന് അലക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് വന്നിട്ടുണ്ട്. ചോറും ചപ്പാത്തി കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ പെലച്ചക്കുള്ള ചോറിൻ്റെ വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതങ്ങനെ ചൂടായി വരുന്നുണ്ട്. പിന്നെ യമിനിക്കുട്ടന് ഉറങ്ങിയ സമയത്താണ് കേട്ടോ അതൊക്കെ എടുക്കുന്നത്. അവൻ ഉറങ്ങിയ സമയത്തുള്ളൂ ജോലികളൊക്കെ ശരിക്കും എടുക്കാനായിട്ടുള്ളൂ, അല്ലെങ്കിൽ അവനെങ്ങനെ നോക്കി നിൽക്കണം. അപ്പോൾ ഉറങ്ങിയ നേരത്ത് കുറച്ച് തുണികളൊക്കെ മടക്കി വെക്കാണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് മടക്കി വെക്കാൻ നിന്നു. കുഞ്ഞു മക്കളുടെ വീട്ടിലൊക്കെ അങ്ങനെ തന്നെയാണല്ലോ, നമ്മൾ വിചാരിക്കുന്നത് പോലെയൊന്നും ജോലികളൊന്നും പെട്ടെന്ന് തീർക്കാൻ കഴിയില്ല. അവരുടെ ഓരോ രീതിക്കനുസരിച്ചാണല്ലോ നമുക്ക് ജോലികളൊക്കെ. പിന്നെ ഉമ്മയൊക്കെ സഹായത്തിനുണ്ടായത് കൊണ്ട് തന്നെ അങ്ങനെ ജോലികളൊന്നും കൂടുതലായിട്ട് വരാറില്ല. നമ്മൾ അന്നത്തത് അപ്പോൾ ഇങ്ങനെ മടക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് അധികം കുന്നുകൂടില്ല. അപ്പോൾ ഞാൻ കുറച്ചൊക്കെ മടക്കി വെക്കാനുണ്ടായത് അങ്ങനെ മടക്കി വെച്ചു. പിന്നെ ഇത് പിറ്റേന്ന് രാവിലെ എടുത്ത വീഡിയോസാട്ടോ. അങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകി വെക്കുമായിരുന്നു. അസക്കുട്ടിക്ക് പനിയൂട്ടനൊക്കെ സ്കൂളുണ്ട്. ചിലരൊക്കെ പെൽച്ചക്ക് തന്നെ പാത്രങ്ങളൊക്കെ കഴുകി വെക്കുന്നവരാവുന്നേ. ഞാനങ്ങനെ കഴിച്ച പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അല്ലാത്ത പാത്രങ്ങളൊക്കെ രാവിലെ കഴുകി വെക്കുകയാണ്. അടുക്കളയൊക്കെ ഒന്ന് ക്ലീൻ ആക്കാനുണ്ടായിരുന്നു. നോമ്പിന് നമുക്ക് രാവിലെ കുറച്ച് പണിയുണ്ടാവും. പിന്നെ നമ്മൾ തുറക്കാനുണ്ടാക്കുന്ന അത്രയോ ജോലികളുള്ളല്ലോ, നമുക്കൊരു ഒഴിവ് തന്നെയാണല്ലോ. നല്ലൊരു കുറച്ച് നേരം ഓതി കുത്തിരിക്കാനും അങ്ങനെ സലാത്തും ദിക്റും അങ്ങനെയൊക്കെ ഇരിക്കാനൊക്കെ കുറേ സമയം നമുക്ക് റമളാനിൽ കിട്ടാറുണ്ട്. അപ്പോൾ എൻ്റെ മൂന്നാമത്തെ ചാനലാണ് കേട്ടോ മക്കളെ. ഇത് രണ്ടാമത്തെ ചാനലും പോയി. ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട 2 ചാനലുകൾ എനിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷേ മൂന്നാമത് എനിക്കിപ്പോൾ ചെയ്യാൻ തന്നെ വീഡിയോ എടുക്കാൻ തന്നെ ഭയങ്കര ഒരു മടുപ്പാണ് കേട്ടോ. കാരണം 2 വട്ടം ഞാൻ അത്രയും അധ്വാനിച്ച ചാനലുകളാണ് പോയിട്ടുള്ളത്. അത്യാവശ്യം അതിലൊക്കെ നല്ല റീച്ചായി വരികയായിരുന്നു. ആ ഒരു സമയത്ത് നമ്മൾ പ്രതീക്ഷിച്ച് ഇങ്ങനെ നിൽക്കുന്ന ഒരു ടൈമിലാണ് അത് പോയത്. അപ്പോൾ ഭയങ്കര ഇനി ചെയ്യൂലെന്ന് തന്നെ ഞാൻ ഉറപ്പിച്ച് തീരുമാനിച്ചിരുന്നു. പക്ഷേ എനിക്കിതിങ്ങനെ ശീലമായതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കാതിരിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ പുറത്തേക്കൊന്ന് വീഡിയോ എടുക്കാൻ കേട്ടോ. വെള്ളമൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ബാത്റൂമിലെയും കുളി റൂമിലൊക്കെ ടാങ്കിൽ വെള്ളം പിടിക്കാണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് പിടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് വാഷിംഗ് മെഷീനിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് തന്നെ ഇങ്ങനെ പൈപ്പിൽ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ മുന്നിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിന് വെള്ളം ഇങ്ങനെ ചീറ്റി പോകുന്നുണ്ട്. പിന്നെ വെയിലിങ്ങനെ അരച്ച് വരുന്നുണ്ട്. അപ്പോൾ ഇന്നലെയൊക്കെ നല്ല മൂടലായിരുന്നു. ഇന്ന് നല്ല വെയിലൊക്കെ ഉണ്ട്. അപ്പോൾ ഇടയ്ക്കൊക്കെ ഒരു മഴ ഈ ഒരു നോമ്പ് കാലത്ത് നമുക്ക് കിട്ടുകയാണെങ്കിൽ നല്ലൊരു ക്ഷീണത്തിനൊക്കെ ഒരു സമാധാനമാണല്ലോ. എന്തായാലും ഇടയ്ക്കൊക്കെ ഒരു മഴ കിട്ടട്ടെ. അപ്പോൾ എല്ലാവരും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എൻ്റെ വീഡിയോ എല്ലാവരും മറക്കാതെ കാണണം. എന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.